നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ നടത്തിയ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ആയിരങ്ങളെ സാക്ഷി നിർത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നാമധേയത്തിൽ പ്രഖ്യാപിച്ച ഗ്യാരണ്ടി അദ്ദേഹം പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മന്ത്രിസഭയിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് കോൺഗ്രസ് ഇതിനു മുമ്പ് അധികാരം പിടിച്ച കർണാടകയിൽ, തെലങ്കാനയിൽ, ഹിമാചൽ പ്രദേശിൽ, രാജസ്ഥാനിൽ അടക്കം നടപ്പിലാക്കി വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില പദ്ധതികൾ ഇത്തവണ കേരളത്തിൽ നടപ്പിലാക്കും. അതിലൊന്ന് കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. 2, കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും. 3, കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഈടില്ലാതെ 5 ലക്ഷം ലോണ്, അതായത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ. 4, എല്ലാവർക്കും 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്. 5, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ. കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ പദ്ധതിയാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ വലിയ മുണ്ടുമുറുക്കി കൊടുത്താൽ ഒരുപക്ഷെ നടപ്പിലാക്കാൻ കഴിയുന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കുപ്പുകുത്തുന്ന പൊതുമേഖലാ സ്ഥാപനം. കേരളത്തിന്റെ വികാരമായ ആനവണ്ടി തകർന്ന് തരിപ്പണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതച്ഛൻ വന്നാലും അമ്മയ്ക്ക് സ്വൈര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഏത് സർക്കാർ മാറി മാറി വന്നിട്ടും കേരളത്തിലെ KSRTC ഏറെക്കാലമായി നഷ്ടത്തിലാണ്. ഇപ്പോൾ ഈ സർക്കാർ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന അവസ്ഥയിലേക്ക് KSRTC എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വ്യക്തിപരമായി ഞാൻ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിന് എതിരാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മാനദണ്ഡം പ്രഖ്യാപിക്കുക. ഒന്നുകിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ അല്ലാത്ത സ്ത്രീകൾക്ക്, അല്ലാതെ 5 അക്കം ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ അടക്കമുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്ത് തകർന്ന് തരിപ്പണമായ KSRTCയെ, ICUവിലായ KSRTCയെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ സർക്കാർ തയ്യാറാകരുത് എന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഈ KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായത്തെ ബാധിക്കുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. കേരളത്തിൽ ഒരു കാലത്ത് 30,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്വകാര്യ ബസ്സുകളുടെ എണ്ണം 6000-ൽ താഴെ മാത്രമാണ്. ആ സ്വകാര്യ ബസ് വ്യവസായം തകരുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോകും. സ്വകാര്യ ബസ് വ്യവസായവും തകരും, മറുഭാഗത്ത് KSRTCയും തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. എന്തായാലും ഇതിനൊരു മാനദണ്ഡം സർക്കാർ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഒരു മാനദണ്ഡം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു തീരുമാനം കേരളത്തിലെ ജനങ്ങൾ ഏത് രൂപത്തിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, കേരളത്തിലെ ജനങ്ങൾ ഈ 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുമ്പോൾ ആ 5 ഗ്യാരണ്ടിയും ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വലിയ വിജയം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ അകത്ത് ബാക്കി 4 എണ്ണം മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ അത് 4ഉം നടത്താൻ എളുപ്പമാണ് എന്ന് ചിന്തിക്കുമ്പോഴും എങ്ങനെ KSRTCയിൽ സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര എങ്ങനെ നടപ്പിലാക്കുമെന്നൊരു ചോദ്യമുണ്ട്. KSRTC നഷ്ടത്തിലാണ് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നടപ്പിലാക്കും? ചേട്ടൻ പറഞ്ഞതുപോലെ മാനദണ്ഡം ഒന്നും പ്രഖ്യാപിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇനി മാനദണ്ഡങ്ങൾ പറയുമ്പോൾ അത് സർക്കാരിന് തിരിച്ചടിയാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല, ഇപ്പൊ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരാൾക്ക് കാസർഗോഡ് വരെ KSRTCയിൽ പോകണമെന്ന് വെച്ചാൽ സൗജന്യ യാത്ര കൊടുക്കാനാകില്ലല്ലോ സ്ത്രീകൾക്ക്. അങ്ങനെയാണെങ്കിൽ KSRTC പിന്നെ തകർന്നു എന്നല്ല, പിന്നെ KSRTC ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാനദണ്ഡം വെക്കണമായിരുന്നു. പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ മാനദണ്ഡം വെക്കണമായിരുന്നു. സാധാരണക്കാരെ എന്തെങ്കിലും ഒരു മാനദണ്ഡം. ഈ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആൾക്കും സാധാരണ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീക്കും ഒരേ പരിഗണന അല്ല കൊടുക്കേണ്ടിയിരുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ മാനദണ്ഡങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെ നടപ്പിലാകുമെന്നൊരു ചോദ്യമുണ്ട്. എന്ത് മാനദണ്ഡമായിരിക്കും മുന്നോട്ട് വെക്കാൻ പോകുന്നത്? കോൺഗ്രസ് പറയുന്നത്, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്നത് എല്ലാ കാര്യത്തിനും അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്, പദ്ധതികളുണ്ട്. ഇത് എങ്ങനെ നടപ്പിലാക്കണം, അല്ലെങ്കിൽ ബദൽ പദ്ധതികൾ പോലും അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം അത് നടപ്പിലാകുമെന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല സൂപ്പർ ഫാസ്റ്റിലോ KSRTCയുടെ AC ബസ്സിലോ ഒന്നും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ കഴിയില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റിൽ പോലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടപ്പാകാൻ പോകുന്ന കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് മാനദണ്ഡം ഒന്നും കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയാണ് എങ്കിൽ അത് ഓർഡിനറി ബസ്സിലായിരിക്കും ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു മാക്സിമം 60 രൂപ പോയിന്റ് ഒക്കെ ആയിരിക്കും ഓർഡിനറി ബസ്സിന് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ 60 രൂപയായിരിക്കും ഒരു സ്ത്രീക്ക്. അതിന് തന്നെ വരുമാനം എങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ എന്ത് ബദൽ പദ്ധതിയാണ്
കോൺഗ്രസിന്റെ മനസ്സിലൊന്നും നമുക്കറിയില്ല. എന്തായാലും നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. തീർച്ചയായും ഇക്കാര്യം KSRTC-യിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതൊരു പക്ഷേ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷേ അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത്. ഒരു മാനദണ്ഡം വെക്കാതെ കേരളത്തിന്റെ അഭിമാനമായ, കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ KSRTC-യെ, ആനവണ്ടിയെ തകർക്കാൻ ഈ സർക്കാർ കൂട്ടുനിൽക്കരുത് എന്നാണ് വ്യക്തിപരമായി നമുക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, 5 അക്ക ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്ക് എന്തിനാണ് സൗജന്യ യാത്ര എന്ന് ചോദിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കേരളത്തിലെ KSRTC രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആനവണ്ടിയെ എന്നും ഒരു വികാരമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ആ KSRTC എന്നും രക്ഷപ്പെടും. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ തൊഴിൽ സംരംഭമായ സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന തരത്തിലേക്ക് ഇത് പോകരുത്. ദേശസാൽകൃത റൂട്ടുകൾ ഇപ്പോൾ തന്നെ സ്വകാര്യ ബസ്സുകൾ ഔട്ടായി കഴിഞ്ഞു. അതുമാത്രമല്ല, മലബാർ മേഖലയിലാണ് കൂടുതൽ സ്വകാര്യ ബസ്സുകൾ ഉള്ളത്. മലബാർ മേഖലയിൽ പലയിടത്തും ഡിപ്പോകളൊന്നുമില്ല. കോഴിക്കോട് ജില്ലയിൽ KSRTC ആകെ 3 ഡിപ്പോകൾ മാത്രമാണ്. പക്ഷേ കോഴിക്കോട് നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഡിപ്പോകളുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലൊക്കെ ഇപ്പോഴും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലയൊക്കെ ഉത്തര മലബാറിലടക്കം അല്ലെങ്കിൽ മലബാർ മേഖലയിൽ കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നതും അവർ യാത്ര ചെയ്യുന്നതും സ്വകാര്യ ബസ്സുകളിലാണ്. അത്തരം മേഖലകളിലേക്ക് കൂടി KSRTC സൗജന്യ യാത്രയെ പ്രഖ്യാപനവുമായി കൂടുതൽ ബസ്സുകൾ ഇറക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ് വ്യവസായത്തെ അത് തകർത്ത് തരിപ്പണമാക്കും. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ ഉയർത്തുന്ന ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. അത്തരം ഒരു ചർച്ചകളിലേക്കൊക്കെ നാളുകളിൽ പോകണം സർക്കാർ. അത് മാത്രമല്ല, ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന കാര്യം ഞാൻ പറയുന്നത് സിറ്റിയിൽ ഇത്ര കിലോമീറ്റർ ദൂരം, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് കോൺഗ്രസിന് വേണമെങ്കിൽ തള്ളാം, അവർക്ക് കൊള്ളാം. സിറ്റിയിൽ ഇത്ര കിലോമീറ്റർ ദൂരം സ്ത്രീകൾക്ക് സൗജന്യം അനുവദിക്കും. തമിഴ്നാട്ടിൽ സൗജന്യ യാത്ര നൽകുന്നത് പിങ്ക് ബസ്സുകളിലാണ്. കർണാടകയിൽ സൗജന്യ യാത്ര പിങ്ക് ബസ് ഒരു പ്രത്യേക ബസ്സിലാണ്. പക്ഷേ കർണാടകയിൽ അടക്കം ഒരു കാലത്ത് കർണാടകയിലെ അഭിമാന സ്തംഭമായിരുന്ന കർണാടക SRTC ഇന്ന് വലിയ നഷ്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കർണാടകയുടെ ബസ്സുകളൊക്കെ നമുക്കറിയാം, അംബാരി പോലെയുള്ള വലിയ ബസ്സുകൾ അവർ സർവീസ് നടത്തിയിട്ട് പോലും ഈ വലിയ ലാഭത്തിലൂടിയ KSRTC ഇന്ന് പിടിച്ചു നിൽക്കാൻ ഒരു പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ പഴയ പോലെ ലാഭമില്ലാത്തൊരവസ്ഥയിലേക്ക് കർണാടകയിൽ എത്തിയിട്ടുണ്ട്. കർണാടക പോലൊരു സംസ്ഥാനത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ നഷ്ടത്തിലോടുന്ന കേരളത്തിലെ KSRTC ഏത് രൂപത്തിലായിരിക്കും മുന്നോട്ട് പോകുക എന്നൊരാശങ്ക പങ്കുവച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഇത് കോടതിയിലൊക്കെ പോകാൻ പോകുന്ന വിഷയമാണെന്നാണ് വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളുകളിൽ ഇതൊരു പക്ഷേ UDF-നെയും കോൺഗ്രസിനെ തിരിഞ്ഞു കുത്തുമോ എന്നൊരു ഭയം പല കോൺഗ്രസ് നേതാക്കന്മാരും വ്യക്തിപരമായി പങ്കുവെക്കുന്നുണ്ട്. KSRTC-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അഭിമാന സ്തംഭമായ പൊതുമേഖലാ സ്ഥാപനമായ KSRTC രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം പുതിയ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. അതോടൊപ്പം തന്നെ ഇത് ഏത് രൂപത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ മാറ്റി നിർത്തുകയും വേണം. പക്ഷേ സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആശങ്ക നമുക്ക് തീർച്ചയായും ഒരു അടിസ്ഥാനമുള്ള ആശങ്കയാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ലേ? തീർച്ചയായും അടിസ്ഥാനമുള്ള ആശങ്ക തന്നെയാണ്, നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാര്യം ഇത്തരത്തിൽ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുകയും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും KSRTC ആയിരിക്കും സ്ത്രീകൾ ആശ്രയിക്കാൻ പോകുക. അത് സ്വകാര്യ വാഹനങ്ങളുടെ അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകളെയും ആ മേഖലയെ തന്നെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനി സർക്കാരുമായി ചർച്ച നടത്തേണ്ടി വരും. സർക്കാരിന്റെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് ബദൽ പദ്ധതി ആയിരിക്കും കൊണ്ടുവരിക? ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സ്വകാര്യ ബസ് ഉടമകളുമായൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷെ എന്തായാലും ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതുപോലെ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകും. അത് സർക്കാരിന് തിരിച്ചടി ആകുമോ എന്ന് എനിക്കൊന്ന് 1 വർഷമൊക്കെ കഴിയുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും. കാര്യം ഇപ്പോഴേ KSRTC നഷ്ടത്തിലാണ്. KSRTC പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് സർക്കാർ കൊണ്ട് എത്തിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കും. തീർച്ചയായും KSRTC-ക്ക് വലിയ ഒരു നഷ്ടം സംഭവിച്ച് KSRTC-ക്ക് തകർന്നു തരിപ്പണമായാൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിന്റെ അഭിമാന സ്തംഭമായ പൊതുമേഖലാ സ്ഥാപനമായ KSRTC-യും ആനവണ്ടികളും നിലനിർത്താൻ, അതോടൊപ്പം തന്നെ ഈ പ്രഖ്യാപിച്ച പദ്ധതികൾ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ പുതിയ സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.